ഈ മന്ത്രിസഭാ യോഗം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എന്തുമാത്രം ക്രൂഷ്യലാണ്? കാരണം ഇതിനകത്ത് ഇവർ വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു അസാധാരണ സംഭവമുണ്ട്. അതിനപ്പുറം PM ശ്രീയിൽ ഉണ്ടായിട്ടുള്ള ഈ ഉലച്ചിൽ പരിഹരിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും മന്ത്രിസഭാ യോഗം എന്ന നിലയ്ക്ക് ഇന്ന് എടുക്കാൻ സാധ്യത ഉണ്ടാവുക? നിഷാദ്, അതിനിർണായകമായ രാഷ്ട്രീയ ചർച്ചകളാണ് സംസ്ഥാന തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വലിയ നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. ഇടഞ്ഞു നിൽക്കുന്ന CPI ഏത് തരത്തിലാണ് അനുനയിപ്പിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനമായ ഒരു അജണ്ട. മാത്രമല്ല, CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെ ഏത് തരത്തിലാണ്, ഏത് തലത്തിലാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് കൊള്ളേണ്ടത്, ഏതാണ് തള്ളേണ്ടത് എന്ന് സംബന്ധിച്ച കാര്യങ്ങളിൽ CPI ഒരു അവസാന തീരുമാനമെടുക്കുക ഇന്നായിരിക്കും. ഇന്ന് 11 മണിക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ നേതാക്കൾ CPIയുടെ സെക്രട്ടേറിയറ്റ് MN സ്മാരക മന്ദിരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അനൗപചാരികമായ കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് AKG സെന്ററിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ രാവിലെ തന്നെ യോഗം ചേർന്നിരുന്നു. അവർ ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം PMCയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മരവിപ്പിക്കുക എന്നതാണ്. ഈ തുടർ നടപടികൾ മരവിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, മീഡിയ വൺ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് PMCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ, അതായത് സ്കൂളുകളുടെ പട്ടിക നൽകുക അടക്കമുള്ള തുടർ നടപടികൾ, അത്തരം നടപടികളിലേക്ക് തൽക്കാലത്തേക്ക് നീങ്ങേണ്ടതില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയിരുന്നു. ഇനിയുള്ളത് CPI മുന്നോട്ട് വയ്ക്കുന്ന ഒരൊറ്റ കാര്യമാണ്. അതായത് PMC പദ്ധതിയിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകണം. അതാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു ആവശ്യം. ആ ആവശ്യത്തിൽ നിന്ന് അണുവിട പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് CPI ഉള്ളത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗ ബഹിഷ്കരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു രാഷ്ട്രീയമായ അവരുടെ ഒരു അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്, ഒരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിനും പോവേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇതുവരെ അല്പസമയം മുമ്പ് വരെ നമ്മൾ CPI നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരെടുത്തിട്ടുള്ള ഒരു തീരുമാനം. 2 തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, ഈ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നത്, അത് ഇന്നത്തെ ഒരൊറ്റ മന്ത്രിസഭാ യോഗമാണ്. ആ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുക എന്നത് ഒരു അമർഷം, പ്രതിഷേധം കൃത്യമായി അറിയിക്കുന്നതിന്റെ ഭാഗമായാണ്. തങ്ങളെ ഇരുട്ടിൽ നിർത്തിയതിന്റെ, തങ്ങളോട് കൂടിയാലോചനകൾ നടത്താതെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു കരാറിൽ ഒപ്പിട്ടതിനെതിരെ, മുന്നണി മര്യാദ ലംഘിച്ചതിനെതിരായ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അവിടെ അവസാനിക്കില്ല. കാരണം തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം മറ്റന്നാൾ നിയമസഭാ യോഗം, പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതിയോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങും. ഒരു മുന്നണി എന്ന നിലക്ക് ഒന്നിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങേണ്ട സമയമാണ്. സ്വാഭാവികമായും അങ്ങനെ വിഘടിച്ച് നിന്നുകൊണ്ട് അധികം ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് എത്ര ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും ആ ഒരു ബോധം CPM-നെ സംബന്ധിച്ചുമുണ്ട്, CPI-യെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് പ്രശ്നപരിഹാരം എന്നൊരു ഫോർമുലയിലേക്ക് ഇരു പാർട്ടികളും എത്തിച്ചേരുന്നു എന്നതിന്റെ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ആദ്യ പടി എന്ന നിലക്ക് LDF യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. LDF യോഗം 4-ാം തീയതിക്കുള്ളിൽ തന്നെ വിളിച്ചു ചേർക്കുമെന്ന്. 4-ാം തീയതിയാണ് CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് LDF വിളിച്ച് വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്ത് ആ തീരുമാനം LDF-ന്റെ തീരുമാനം എന്ന നിലയ്ക്ക് CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ CPIയുടെ മുന്നിലുള്ള വഴി. അതിനുശേഷം അത് അവർക്ക് കൂടി, അതായത് CPI-ക്ക് കൂടി ബോധ്യമാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ പോവേണ്ടതുണ്ട് എന്നൊരു പൊതു നിലപാടിലേക്ക് CPI കൂടി റോളുള്ള ഒന്ന്, CPI-ക്ക് കൂടി ഇൻവോൾവ്മെന്റ് ഉള്ള ഒന്ന് എന്നതിലേക്ക് പൊതു തീരുമാനമായി വരാതെ CPI-യെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് പിണറായി വിജയൻ തീരുമാനമെടുത്ത പരിപാടിയാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന മട്ടിലാണ് അവരുള്ളത് തോന്നുന്നു. അല്ല വിജിൻ, ഇവിടെ ഈ കാര്യത്തിൽ തങ്ങൾ ആവശ്യപ്പെടും പ്രകാരമുള്ള ഒരു കോൺക്രീറ്റ് ഡിസിഷൻ വരുന്നതുവരെ ഈ നിലയ്ക്കുള്ള പരസ്യ രോഷം, പ്രതിഷേധം, വിട്ടുനിൽക്കലുകൾ തുടരാൻ തന്നെയാണോ CPI-ക്കകത്തുള്ള പൊതുവികാരം?
നിഷാദ്, പാർട്ടി എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുതന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും മന്ത്രിമാരുൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവർക്ക് ഇടയിലുള്ള ഒരു ആശയക്കുഴപ്പമെന്ന് പറയുന്നത് അത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. തുടർഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന LDFന്റെ പല പ്രഖ്യാപനങ്ങളും ഈ മന്ത്രിസഭാ യോഗത്തിൽ വരേണ്ടതാണ്. അതിൽ തന്നെ CPIയുടെ വകുപ്പുകളിലെ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ അതിനുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ട ചർച്ചകൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ എത്രമാത്രം അത് ശരിയായ രീതിയാകും എന്നുള്ള തരത്തിലുള്ള ആലോചനകൾ ഉൾപ്പെടെ സമ്മർദ്ദം ഉൾപ്പെടെ മന്ത്രിമാർക്കുണ്ട്. പക്ഷേ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിൽ നയവ്യതിയാനം എന്ന ഒരു വലിയ തരത്തിലുള്ള ചർച്ചയുയർത്തിയാണ് CPI മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും LDFനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടുള്ള കടുത്ത നിലപാടിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെ പിന്മാറും എന്ന കാര്യത്തിലും അവർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും CPI വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ കരാറിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റ് മാർഗമില്ല. കരാറിൽ അത് നയപരമായ കാര്യത്തിലുള്ള വ്യതിയാനമാണ്. ആ കരാർ PMC കരാർ പൂർണ്ണമായും റദ്ദാക്കണം എന്നത് തന്നെയാണ് CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. അതിൽ അണുവിട അവർ വിട്ടുവീഴ്ച നിലവിൽ ചെയ്തിട്ടില്ല. ഇന്ന് നടക്കുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലേക്ക് എത്താമെന്ന തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് സമാപിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അവൈലബിൾ യോഗം, ആ യോഗത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ LDF കൺവീനറും CPM സംസ്ഥാന സെക്രട്ടറിയും CPM ജനറൽ സെക്രട്ടറിയും ഒക്കെ ചേർന്നിരുന്ന് എന്ത് തീരുമാനം, എന്ത് പുതിയ സമവായത്തിനുള്ള ഒരു ഫോർമുല അത് CPIക്ക് മുന്നിൽ അവതരിപ്പിക്കാം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല, പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും വൈകിപ്പിക്കാം എന്നുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിക്കുകയും അത് CPIയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വഴങ്ങലിനും CPI നിലവിൽ തയ്യാറായിരുന്നില്ല. CPI സംസ്ഥാന സെക്രട്ടറിയുമായി മുഖ്യമന്ത്രി തന്നെ ഏകദേശം 45 മിനിറ്റ് നേരത്തോളമാണ് ആശയവിനിമയം നടത്തിയത്. അത്രയും നേരം ഇരുന്ന് ചർച്ച ചെയ്തിട്ടും ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിന് വഴങ്ങാൻ CPI തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് വീണ്ടും അവർ അവൈലബിൾ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് കടക്കാം. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് മറ്റൊരു യോഗം ചേർന്ന് തീരുമാനമെടുക്കാം എന്നുള്ള ധാരണയിലേക്ക് എത്തിയത്. എന്തായാലും നിലവിൽ CPIയുടെ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്ക് ഒപ്പിട്ട കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്